പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവ്, വിദേശത്തൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ആൾക്കാരുണ്ട്. പലതരത്തിലുള്ള ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് ചിലയിടത്ത് തോക്കും, ചിലയിടത്ത് കാശ് കൊടുക്കും, ചിലയിടത്ത് ഒരു അംബിഗസ് ആയിട്ട് വരും. നടക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പാടില്ലാത്തൊരു കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ട്. അവിടെ കൺഫ്യൂഷൻ എല്ലാം മാറ്റണേ. പ്രഭാതത്തിൽ അങ്ങോട്ട് നാം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേലെ അവിടെ കണ്ണുനീര്, ഞാൻ നിൻ്റെ കണ്ണുനീരെല്ലാം കുപ്പിയിലാക്കി വെച്ചിരിക്കണമെന്ന് പറഞ്ഞില്ലേ. ഞാൻ നിന്നെ എൻ്റെ കൈവെള്ളയിൽ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. കർത്താവേ, നീ ഞങ്ങളോട് കാണിക്കുന്ന കരുണയും കരുതലുമാണത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുകയുള്ളൂ. കർത്താവേ, നിൻ്റെ ചിറകളുടെ ഉള്ളിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു എന്ന സങ്കീർത്തനോട് ചേർന്നുകൊണ്ട് കഷ്ടകാലങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ കൈവെള്ളയിൽ അങ്ങ് സൂക്ഷിക്കുന്നവർ നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന രേഖകൾ ഞങ്ങൾ ജീവിതമാർഗം കണ്ടെത്തുന്ന ഓരോ തൊഴിലിടങ്ങൾ, ഞങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്, ആ അനുഗ്രഹ സ്ഥലങ്ങളെ ഇപ്പോൾ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഉപയോഗിക്കുന്ന ജീവിതമാർഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തൊഴിലിടങ്ങളെ നീ ആശീർവദിക്കണം. അതിൻ്റെ രേഖകളെ, ചിലപ്പോൾ നമ്പർ കിട്ടാത്തവരുണ്ടാകാം, നമ്പർ അതിന് അപേക്ഷിക്കുന്നവരുണ്ടാകാം. ഏതെല്ലാം തരത്തിൽ ഏതെല്ലാം രേഖകളാണ് വേണ്ടത്, ആ രേഖകൾക്കെല്ലാം നിലവിലുള്ള ദോഷങ്ങളെ, തടസ്സങ്ങളെ, കിട്ടാനുള്ള തടസ്സങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ വാഹനങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. നീ ഉപയോഗിക്കുന്ന നീ പോകുന്ന വഴികളെ ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ വാഹനത്തിൻ്റെ, നീ ഹയർ ചെയ്ത വാഹനമായാലും, വാടകയ്ക്കെടുത്ത വാഹനമായാലും, ടാക്സി എടുത്ത വാഹനമായാലും, ഗവൺമെൻറ് വാഹനങ്ങളായാലും, അതെല്ലാം നീ സഞ്ചരിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. ആ വാഹനത്തിന് കുറുകയും നെടുകയും പോകുന്ന മറ്റു വാഹനങ്ങളും തട്ടിപ്പുഴ അവിടെ ഉണ്ടാകാതിരിക്കാൻ അവൻ നിന്നെ തൻ്റെ തൂവലുകൾക്കുള്ളിൽ മറച്ചുകൊള്ളുമെന്ന് പറഞ്ഞ നിൻ്റെ പാദങ്ങൾ
കല്ലിൽ തട്ടാതിരിക്കാൻ ദൂതന് കൽപ്പിക്കുന്നതാണ് ചെയ്ത സംരക്ഷണത്തിൻ്റെ ദൈവം കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകാൻ പോകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു നോട്ട് തരും. എനിക്ക് തോന്നുന്നത് ദൈവമായിട്ട് അത്ര കണ്ട് ബന്ധമില്ലാത്തവർക്കും പരിശുദ്ധാത്മാവ് നോട്ട് കൊടുക്കുന്നുണ്ട്. കാര്യം എന്താണ്? ഇവന് എന്തെങ്കിലും ഇപ്പം ദൈവം ഇല്ലാതെ നടക്കണമെങ്കിലും ഇവന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മോങ്ങി ഇവൻ എൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം നമുക്ക് നോട്ട് തരുന്നുണ്ട്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളത് മനസ്സിലാക്കണില്ല. എന്താ കാര്യം? നമ്മൾക്ക് അത് ദൈവത്തിൻ്റെ തോന്നിയതായിരിക്കും. അങ്ങനെ തോന്നിയതായിരിക്കുമെന്ന് പറയേണ്ട സംഭവമില്ല മക്കളെ. ഡിസൺമെൻ്റ് ഓഫ് ദി സ്പിരിറ്റ്, ആത്മാവിൻ്റെ വിവേചനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇപ്പം ഞങ്ങളൊക്കെ നിങ്ങൾ ഓരോ സ്ഥലത്ത് ഇരുന്ന് പറയത്തില്ലേ, ഇന്ന ആൾ ഇന്ന വിഷയത്തിന് ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ട്, ഈ പ്രാർത്ഥനയിൽ അയാൾ സുഖപ്പെടും, അയാളുടെ രോഗം ഇന്നതാണെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ കർത്താവ് ഒന്നും സിനിമ പോലെ കാണിച്ചിട്ട് പറഞ്ഞതല്ല, ആന്തരികമായ സൂചനകളാണ്. ആന്തരിക സൂചനകൾ. ആ സൂചനകളെ ഞങ്ങളത് ഒബ്ജക്റ്റീവായിട്ട് എടുക്കും. എന്നിട്ട് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് അത് പറയും. അപ്പം നമുക്കൊരു ആന്തരിക ബോധ്യം കിട്ടും. അത് തോന്നലല്ലത്. ഈ തോന്നൽ ആണ് ഉണ്ടാകണമെങ്കിലും ചില ആൾക്കാർക്ക് ഇത്തിരി കൂടി ദൈവമായിട്ട് സത്യസന്ധമായിട്ട് പോകുന്നവർക്ക് അത് ബോധ്യമായിട്ട് മാറും. അതാണ് വിഷയം. പരിശുദ്ധാത്മാവിൻ്റെ ഈ വോൾട്ടേജ് ഡിമിനിഷിങ് വോൾട്ടേജ് ഉണ്ട്, ഫുൾ വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ഈ ആത്മാവിനെ നിർവീര്യമാക്കരുതെന്ന് പറയത്തില്ല. 1 തെസ്സലോനിക്ക 5:19. 1 തെസ്സലോനിക്ക 5:19. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട വചനം അത്. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിന് പല ഗ്രേഡ് ഓഫ് പവറുണ്ട്, പവർ സ്റ്റേജ് ഉണ്ട്. ഇപ്പം നിർവീര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ കുറഞ്ഞ് ഇനാക്റ്റീവായിട്ട് വരും. നമ്മളിൽ ലോകാരൂപിയോ ദുഷ്ടാരൂപിയോ കൂടുന്നതനുസരിച്ചുകൊണ്ട് നമ്മളിലുള്ള പരിശുദ്ധാത്മ ഡിമിനിഷ് ചെയ്ത് വരും. അപ്പോൾ നമുക്കൊരു 30-35% വോൾട്ടേജേ ഉള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളെങ്കിൽ നമുക്ക് വരാവുന്ന പ്രശ്നം ഇതുപോലെ തോന്നലേ വരത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഓർക്കും, എനിക്ക് തോന്നിയായിരിക്കും, അത് അങ്ങനെയൊന്നും അല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കാൻ പോണ. അപ്പോൾ അതൊക്കെ സംഭവിക്കാൻ പോണെന്ന് പറഞ്ഞ് ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുക. അപ്പം എന്ന് പറഞ്ഞ് നമ്മളത് ആ ഒരു തള്ളിക്കളയും. അപ്പം അത് എപ്പോഴും ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഓർത്തേക്കണം, ദൈവത്തിൽ നിന്ന് വിഷയബന്ധിയായിട്ട് ഒരിക്കലും ദൈവമായിട്ട് നിങ്ങൾ ഒരു റിലേഷൻ സാധ്യമല്ല. വ്യക്തിബന്ധിയായിട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.
അപ്പം മൂത്ത മോൻ്റെ പെർമിറ്റ് പുതുക്കാൻ പറ്റാണ്ട കോവിഡ് സമയത്തൊക്കെ അങ്ങനെ ഇത് പ്രശ്നം വന്നിട്ട് അവനത് പുതുക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഒരു ഇതായിട്ടാണ് അവൻ വന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ദുരന്തങ്ങളുടെ ഇത് മുൻകൂട്ടി മാതാവ് മനസ്സിലാക്കിയിട്ട് ഉടമ്പടി എടുത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളും സന്തോഷവും അതേപോലെ നമുക്കിതിനൊക്കെ അതിജീവിക്കാനുള്ള ഒരു ശക്തിക്ക് വേണ്ടിയിട്ട് ശരിക്കും എന്നെ മാതാവായിട്ട് ഓടി ശരിക്കും കൈപിടിച്ച് വലിച്ച് എന്നെ ഇങ്ങോട്ട് കൊണ്ടെത്തിച്ചതാണ്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കണ്ടപ്പോൾ ഞാൻ പിന്നെ പിറ്റേ ദിവസം മോനോട് പറഞ്ഞു, ഇത് ഈ കൃപാസനത്തിലത്തെ പ്രാർത്ഥനയെന്ന് തോന്നുന്നു പറഞ്ഞു, ഇത് ആരും എഴുതിയതാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മയ്ക്കും മോനും ഇത് എഴുതാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഡയറി എടുത്ത് ഞാൻ ബാക്കിൽ നിന്നും ഈ പ്രാർത്ഥന എഴുതി, മോൻ ഫ്രണ്ടിൽ നിന്നും ഇത് എഴുതി തുടങ്ങി. ദിവസം ഓരോന്ന് ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എഴുതും. അങ്ങനെ ഈ പ്രാർത്ഥന പ്രയർ എഴുതി 2 ദിവസം കഴിഞ്ഞപ്പോൾ മോൻ്റെ ഒരു ഫ്രണ്ട് കാനഡയിൽ നിന്ന് വിളിച്ചിട്ട്, അതുവരെ ഞങ്ങളിത് അന്വേഷിച്ചിട്ട് ആർക്കും ഇത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് കാനഡ നമുക്കറിയാലോ. അപ്പോൾ അവർക്ക് ആ ഡേറ്റിൻ്റെ ഉള്ളിൽ പെർമിറ്റ് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇത് എഴുതി തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഒരു അഡ്വക്കേറ്റ്സിൻ്റെ നമ്പർ കൊടുത്തു, ഇതിൽ കോണ്ടാക്ട് ചെയ്യുക, ഇവരിത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് ഗുണം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം പിന്നെ എനിക്കറിയില്ല, എനിക്ക് പൊതുവേ ഞാൻ യാത്ര ചെയ്യില്ല, ഞാനൊരു ആസ്മ പേഷ്യൻ്റാണ്. എനിക്ക് ചൂട് തണുപ്പ് പുക പൊടിയൊന്നും അങ്ങനെ പറ്റില്ല. എൻ്റെ ബാഗിൽ എപ്പോഴും ഇൻഹെയിലറും ചൂടുവെള്ളം ഉണ്ടാവും. അങ്ങനെയാണ് എൻ്റെ. പക്ഷേ ഞാൻ ആ വീടിൻ്റെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ, നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാമെന്നല്ലാണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷേ എനിക്ക് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ കയ്യിൽ കിട്ടിയ ആ സമയം തൊട്ടിട്ട് എനിക്ക് ഇവിടേക്ക് വരാഞ്ഞിട്ട് അറിയില്ല ഞാൻ എന്താണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ആളെന്തിനും തയ്യാറാണ്, ഞങ്ങളെക്കാൾ കൂടുതൽ വിശ്വാസമുണ്ട്, അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്ത് ഇവിടെ വന്നു. പക്ഷേ ഇവിടെ എത്തുമ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഹിന്ദു ചേച്ചി പറഞ്ഞിരുന്നു, ആ പള്ളിയിൽ എന്തൊക്കെ അവരുടെ ഭാഷയിലാണ് പറഞ്ഞത്, അവിടെ എന്തൊക്കെ നേർച്ചയുണ്ട്, പിന്നെ ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ടെന്ന്. പക്ഷെ അത് കേട്ടപ്പോൾ ശരിക്കും എനിക്ക് നാണായിപ്പോയി. ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് മാതാവേ, ഞാൻ ഇത്രയും മാതാവിനോട് അടുത്തിരുന്നിട്ട് ഞാനിത് അറിഞ്ഞില്ലല്ലോ എന്നുള്ളതില്ല. ഞാനങ്ങനെ ഇവിടെ വന്നിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ഉടമ്പടി എന്താ എഴുതാമെന്ന് ഒന്നും അറിയില്ല. ഞാൻ അന്ന് ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന 3-5 കാര്യങ്ങൾ ഞാൻ 5 കാര്യം എഴുതിയിരുന്നു. അങ്ങനെ ഇവിടുന്ന് പോയി. അപ്പോൾ ആ സമയത്ത് എൻ്റെ രണ്ടാമത്തെ മോൻ ഇതേപോലെ UK അവൻ 5 വട്ടം ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി എക്സാം എഴുതി. അത് 5 വട്ടം തോറ്റു. അപ്പോൾ ഈ ഉടമ്പടി ഞാൻ എടുത്തിട്ട് പിന്നത്തെ ആഴ്ച അവൻ്റെ എക്സാമായിരുന്നു. അപ്പോൾ ഇതേപോലെ ഉടമ്പടിയിൽ അത് വെച്ചിരുന്നു. ആദ്യത്തെ എക്സാമൊക്കെ അവൻ ജയിക്കും എന്നുള്ളതിലാണ് എഴുതിയിരുന്നത്, പക്ഷെ അതിലൊക്കെ തോറ്റു. ഇത് ഉടമ്പടി എടുത്ത സമയത്ത് അവന് അപ്പോൾ ശരിക്കും ഇവിടെ പറയുന്ന ഓരോ സാക്ഷ്യത്തിലുണ്ടാവുന്ന അനുഭവങ്ങളും നമ്മൾ തോന്നും ഈശോ ഇതൊക്കെ സത്യമാണെന്ന്. പക്ഷേ ഓരോന്നും എൻ്റെ ജീവിതത്തിൽ അത് ശരിക്കും ഓരോ കാര്യങ്ങളായിട്ട് എനിക്ക് അനുഭവം വന്നു. അപ്പോൾ അന്ന് അവനത് ശരിക്കും എഴുതാം. ഈ പറഞ്ഞ പോലെ നമ്മൾ പല സാക്ഷ്യത്തിൽ ഇവിടെ മക്കൾ പറയണായിട്ടുണ്ട് സിസ്റ്റം ഓഫായി എന്നുള്ളതൊക്കെ, അതുപോലെ അന്ന് അവനും സംഭവിച്ചു. പാസ് മാർക്കിനുള്ളതുപോലെ എഴുതാൻ പറ്റിയില്ല. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവൻ കറക്റ്റ്. എന്നിട്ട് അവൻ മാർക്ക് ഫോൺ പിടിച്ച് നിൽക്കുക, അത് നോക്കുന്നില്ല. അപ്പോൾ അവൻ സ്ഥിരമായിട്ട് പോയിട്ട് എഴുതി തോറ്റു വരുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഫോറിൻ ലേഡിയാണ്. അപ്പോൾ ചോദിച്ചാൽ എന്താ നീ നോക്കാത്ത? പറഞ്ഞു എൻ്റെ കയ്യിൽ നെറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിൻ്റെ പേര് എനിക്കറിയാം, കെവിൻ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ മാഡം തന്നെ റിസൾട്ട് നോക്കിയപ്പോൾ അവൻ പാസ്സായിട്ടുണ്ട്, കറക്റ്റ് 18 മാർക്ക്. അങ്ങനെ അത് 6ാമത്തെ വട്ടമാണ് അവൻ പാസ്സായത്. മാതാവ് കൊടുത്ത അനുഗ്രഹമാണ്, അല്ലെങ്കിൽ അവൻ 5ാമത്തെ വട്ടം പാസ്സാവായിരുന്നു. അതുപോലെ മൂത്ത മോൻ്റെ ഇതേപോലെ ഈ നമ്പർ കിട്ടി. ഞങ്ങൾ ആദ്യം LMIക്ക് അപ്ലൈ ചെയ്തു. അത് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്കാണ് ഡിലേ ആയതെന്ന്. പക്ഷേ കാനഡയിലുള്ള കുട്ടികൾക്കൊന്നും 6 മാസമായിട്ടും കിട്ടിയിരുന്നില്ല. 4 മാസം കഴിഞ്ഞപ്പോൾ അവന് LMI അപ്രൂവലായി വന്നു. അത് മാതാവിൻ്റെ അനുഗ്രഹം. ഇനി പെർമിറ്റിന് വെച്ചിട്ടുണ്ട്, അതെല്ലാം ശരിയാവും. പിന്നെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ടെൻഷനുള്ള ആളാണ് കാണുന്ന പോലെ. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന ഒരു ധൈര്യവും അച്ഛൻ പറയുന്ന പോലെ നമുക്ക് എല്ലാം വരുന്നുണ്ട് ജീവിതത്തിൽ, പക്ഷെ ഒരു ടെൻഷനും ഇല്ല, എല്ലാം നടന്നു പോവും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നു. ഭയങ്കര ഒരു ആത്മീയമായിട്ടുള്ള കോൺഫിഡൻസും ഇതും കിട്ടി. പിന്നെ 3ാമത്തെ മോനും പിന്നെ 2ാമത്തെ മോന് ഇതേപോലെ അവിടെ ജോലി സ്ഥലത്ത് ഭയങ്കര ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരു തെറ്റിദ്ധാരണ പോലെ. നമുക്കറിയാം UKയിലാണ്, അവിടെയൊക്കെ എന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാകെ ഡൗൺ ആയി പോവും. കുട്ടിയും ആകെ ടെൻഷനായിരുന്നു. അതും വന്ന് ഇവിടെ ഉടമ്പടിയിൽ വെച്ച് അവർ തന്നെ അവൻ്റെ അടുത്ത് സോറി പറഞ്ഞ് ഒക്കെ ആയിട്ട് ആ പ്രശ്നം ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മാതാവ് അത് മോനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അത് ശരിയാക്കി. അതുപോലെ ചെറിയ മോനും അവിടെ ഇപ്പോൾ ഡിഗ്രി 2nd ഇയർ പഠിക്കുകയാണ്.
അപ്പോൾ അവൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് എല്ലാ പേപ്പറും സബ്മിറ്റ് ചെയ്ത് അസസ്മെൻ്റൊക്കെ വെച്ചതിന് ശേഷമാണ് നാട്ടിലേക്ക് വന്നത്. അപ്പോൾ ഞങ്ങൾ 21-ാം തീയതി അവൻ തിരിച്ചു പോവും. ജൂലൈ 21, 20-ാം തീയതി 19-ാം തീയതി ആയപ്പോൾ അവനൊരു മെയിൽ വന്നു. ഇവൻ വെച്ചൊരു അസസ്മെൻറ്റ് അത് വീണ്ടും റീസെറ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അത് ഫെയിലാക്കും. അപ്പോൾ വീണ്ടും നമ്മൾ ഫീസ് അടച്ചിട്ട് അത് ചെയ്യേണ്ടി വരും. പക്ഷെ അവനിവിടെ നാട്ടിലാണ്. 21-ാം തീയതി ഇവിടുന്ന് പോവേ ഉള്ളൂ. 20-ാം തീയതി അവിടെ അത് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ആകെ ടെൻഷനായി. വീണ്ടും നമ്മൾ പൈസ അടച്ചിട്ട് വീണ്ടും കുട്ടി ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇവൻ നോക്കിയിരുന്ന, അപ്പോൾ അത് അന്ന് ആ സമയത്ത് ഞങ്ങളിവിടെ വന്ന് മോനെ കൊണ്ടും ഉടമ്പടി എടുപ്പിച്ചിരുന്നു. ഓരോരുത്തർ വരുമ്പോൾ വേഗം കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കും മാതാവിൻ്റെ. അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്താ പറയുക, നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാനില്ല. ഇനി ഫീസ് അടച്ച് ഇവന് 21-ാം തീയതി ഇവിടുന്ന് പോകാൻ പറ്റൂ. അങ്ങനെ ഇവൻ്റെ ആ മിസ്സിന് മെയിലിട്ട് ചോദിച്ചപ്പോൾ ആ മിസ്സ് പറഞ്ഞു, ഞാൻ ലീവായിട്ട് നാട്ടിലേക്ക് പോയേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ മിസ്സ് വീണ്ടും യൂണിവേഴ്സിറ്റിയിലേക്ക് അറിയിച്ചപ്പോൾ വേറൊരു സാറിന് ഇത് അവർ ഹാൻഡ് ഓവർ ചെയ്തത് നോക്കാൻ പറഞ്ഞിട്ട്, ആ സാറ് ഇവന് ഭയങ്കര പെറ്റായിട്ടുള്ള ഭയങ്കര ഒരു ഇഷ്ടമായി. ഇവൻ നല്ലോണം സംസാരിക്കും, ചെറിയ ആൾ. ഇവൻ്റെ കഴിവിൽ വിശ്വാസമായിരുന്നു. പക്ഷെ അതിനൊക്കെ മാതാവ് കുറേ അടി കൊടുത്ത് ശരിയാക്കിയപ്പോൾ അപ്പോൾ അങ്ങനെയായിട്ട് ഇവനത് ആ സാറിന് കൊടുത്തപ്പോൾ ആ സാറ് അത് നോക്കിയപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, ഇതെന്നെ മതി, ഈ അസസ്മെൻ്റ് തന്നെ മതി എന്ന് പറഞ്ഞ് അത് നമ്മൾ അതിന് മുൻപ് ഒരാഴ്ച ഇവിടെ കുട്ടികൾ സാക്ഷ്യം പറഞ്ഞിരുന്നു ഇങ്ങനെ, ടീച്ചർ ആ മിസ്സ് മാറിപ്പോണം. അപ്പം നമ്മളും കേൾക്കുമ്പോൾ ഇതൊക്കെ സത്യമാണോ എന്നുള്ളത് ചിന്തിച്ചു പോകും. പക്ഷേ അതാ പറഞ്ഞ ഓരോ സാക്ഷ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവമായിട്ട് മാതാവ് തന്ന് നമ്മളങ്ങനെ അത്രയും രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കാര്യം മോൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അവൻ്റെ അത് വീണ്ടും അവർ ആക്കി ഫസ്റ്റ് ഇയർ പാസ്സായി. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ എപ്പോഴും ഈ സഞ്ചാരി മാതാവിൻ്റെ ഇത് കേൾക്കുമ്പോൾ ഞാനും പറയും, മാതാവേ, എൻ്റെ മക്കൾക്ക് 3 ആൺകുട്ടികളാണ്, ഇവർ 3ഉം പുറത്താണ്. അപ്പോൾ ഇവർക്കൊരു വിശ്വാസം ഇതൊക്കെ കിട്ടണ്ടേ അമ്മ. അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പോൾ 5 വർഷമായിട്ട് ഇപ്പോൾ +2 കഴിഞ്ഞിട്ടാണ് ഇവർ 3 പേരും ഇങ്ങനെ ഓരോരുത്തരും ഓരോ കൊല്ലം 2 കൊല്ലം ഗ്യാപ്പിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ പിന്നെ ഭാര്യയും ഭർത്താവും നമ്മൾ തന്നെയായി. അപ്പോൾ ഇവരെല്ലാവരും ആദ്യമൊക്കെ നമ്മൾ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയും കുർബാനയും എല്ലാം ഒരുമിച്ചായിരുന്നു. പിന്നെ ഇവരെല്ലാം ഓൾട്ടർ ബോയ്സിലും ഞാനായാലും മാതൃവേദിയിലും ഹസ്ബൻഡായാലും എല്ലാത്തിനും പള്ളിയിലത്തെ ഇതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും ഉടമ്പടി എടുത്തിട്ടുള്ള ആ ഇത് നമുക്ക് വെറും ക്രിസ്തീയമായിട്ടുള്ള നമ്മുടെ അത് മാത്രം പോരാ, അത് തെളിയിച്ച് തരേണ്ട അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു. അപ്പം അങ്ങനെ ഇതിപ്പോൾ ഇവർ ചെറിയ മോനെ അവന് 2 വർഷമായിട്ട് ക്രിസ്മസിൻ്റെ കുർബാന അവന് കൂടാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അവൻ ജോലി ചെയ്യുന്ന, അപ്പോൾ ഞാനും മാതാവ് ഈ സഞ്ചാരി മാതാവ് എന്ന് പറയണത് അത് ഒരു ആഗ്രഹമായിരുന്നു എനിക്കും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടാനായിട്ട്. അപ്പോൾ 23-ാം തീയതി ഇവൻ ജോലി ചെയ്യുന്ന ഷോപ്പിൽ ഇവന് അവിടുത്തെ ഒരു ശ്രീലങ്കൻ ലേഡി വന്നു. അപ്പോൾ അവിടുത്തെ മുതലാളിയുടെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഇവനിങ്ങനെ ബില്ല് പേ ചെയ്തിട്ട് ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോവാണ്. അപ്പോൾ ചെറിയ മോൻ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ അപ്പോൾ അങ്ങനെയായിട്ട് അപ്പോൾ ഇവനെ കണ്ടപ്പോൾ എന്താ പേരും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആൽവിൻ എന്നാണ്. അപ്പോൾ നീ ക്രിസ്ത്യൻ ആണോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിനക്ക് മദർ മേരീനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്. ഇവൻ കൊന്തയും പിന്നെ ഈ കാശുരൂപമൊക്കെ എടുത്ത് കാട്ടിയെടുത്തു. ഞങ്ങളുടെ അവിടെ ഇങ്ങനെ കൃപാസനുണ്ട്, അവിടെ മാതാവുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അപ്പോൾ ഇവന് ശ്രീലങ്കൻ ലേഡി പറഞ്ഞപ്പോൾ ഇവനൊരു നാണക്കേടായി. ശ്രീലങ്കൻ ലേഡി പറഞ്ഞിട്ട് വേണോ മാതാവിനെ എനിക്ക് അങ്ങനെയുള്ള ഒരു ഇതിലായിട്ട്. അപ്പോൾ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് നിനക്ക് മുൻപ് ഇവിടെ ജോലി ചെയ്തിരുന്നു, അവരിവിടെ ഒരു മദർ മേരിയുടെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ അവിടെ പ്രാർത്ഥിക്കാം എന്നും ജോലിക്ക് വരുമ്പോട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ അത് കഴിഞ്ഞിട്ട് ഇവർ ആ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് കേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീ പോകുമ്പോൾ തിരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നിട്ട് ഇവൻ്റെ ഓണറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇവൻ ക്രിസ്ത്യനാണ്, നാളെ ക്രിസ്മസിൻ്റെ കുർബാനയുണ്ട്, അപ്പോൾ ഇവനെ ജോലിയിൽ നിന്ന് 1/2 മണിക്കൂർ മുൻപ് നിങ്ങൾ വിടണട്ടോ കുർബാനയ്ക്ക് കൂടാനായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ ഓണറിനൊന്നും പറയാൻ പറ്റില്ല. ഇവരത്രയും അവിടെ സ്ഥിരമായിട്ട് വരുന്നൊരു ലേഡിയും അത്രയും ഒരു ഇതുള്ളതാണ്. അപ്പോൾ ആയിക്കോട്ടെ ഞാൻ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവനെ വീണ്ടും എൻ്റെ അടുത്ത് തിരിച്ചു വന്നിട്ട് പറഞ്ഞു നീ കുർബാന പറഞ്ഞു, എനിക്കിവിടെ പള്ളി അറിയില്ല. അവൻ വീട് മാറിയിട്ട് പഴയ വീട്ടിൽ നിന്ന് മാറിയിട്ട് ഒരു 2-3 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു അറിയാനൊന്നുമില്ല, ഇവിടെ തൊട്ടടുത്താണ്, നിൻ്റെ ഫോണിലേക്ക് ഞാൻ ലൊക്കേഷനും കാര്യങ്ങളും ഇട്ട് തരാം, കുർബാനയ്ക്ക് വന്നോളോട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇവനെ പോകാൻ എന്താ വെച്ചാൽ ഇവർ പോയി കഴിഞ്ഞാൽ ഈ മുതലാളി വിടില്ല എന്ന് ഇവനും അറിയാം.
പക്ഷേ ഇവർ തിരിച്ചു പോയ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇവർ വീണ്ടും ആ സൂപ്പർ മാർക്കറ്റിൻ്റെ മുൻപിൽ കൂടെ തിരിച്ചു പോകുമ്പോൾ വീണ്ടും ഇറങ്ങിയിട്ട് ഇവൻ്റെ ഓണറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇവനെ കുർബാനയ്ക്ക് വിടണം കേട്ടോ, അരമണിക്കൂർ മുമ്പ് ജോലിയിൽ നിന്ന് വിടണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് 5 വർഷമായിട്ട് ഞങ്ങൾ 5 പേരും ഒരുമിച്ച് ക്രിസ്മസിൻ്റെ കുർബാന, ഞങ്ങൾ ഇവിടെയും മക്കൾ അവിടെയായിട്ട് 5 പേരും ഒരുമിച്ച് അങ്ങനെ ആ കുർബാന ഉണ്ട്. ശരിക്കും അത് സഞ്ചാരി മാതാവിൻ്റെ ഒരു സാന്നിധ്യമായിരുന്നു മോനെ അറിയിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ ഞാൻ പറയാലോ, വേണ്ട ടെൻഷനുണ്ട്, സാമ്പത്തികമായിട്ടുണ്ട്. 3 മക്കളൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെയധികം നമുക്ക് ടെൻഷനും പ്രഷറും അതിൽ കൂടെ കടന്നു പോകണം. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞു, ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എപ്പോഴും ഇപ്പോൾ ശരിക്കും പറഞ്ഞ ലോകത്തിലേക്ക് വെച്ചിട്ട് ഏറ്റവും ഭാഗ്യം ചെന്ന അപ്പനമ്മയും ഞാനും എൻ്റെ ഹസ്ബൻഡാന്ന് എപ്പോഴും പറയും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ 5 പേരും കൂടി ഒരുമിച്ച് രാവിലെ കുട്ടികൾ ഓൺലൈനിൽ വരും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. അതിനുശേഷം വിശുദ്ധ കുർബാനയ്ക്ക് ഞങ്ങൾ ഇപ്പോൾ മൂത്ത മോൻ കൂടിയുണ്ട്, ഞങ്ങൾ 3 പേര് പോവും. ശരിക്കും ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി വിശുദ്ധ കുർബാനയിൽ ചെന്നിരുന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വരുമ്പോൾ